ഇന്ന് ഞാൻ കാനായി സെൻറ്ററിൽ വന്നപ്പം നമ്മുടെ അക്കരക്കാഴ്ചയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ജോസ് കുട്ടിച്ചേട്ടൻ വലിയ കല്ലെങ്കിൽ കാണാനെ പറ്റി ഞങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായത്. വേറെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. എന്നാലും ജോസ് കുട്ടിച്ചേട്ടനായിട്ട് നമുക്ക് സംസാരിക്കാം. ഇന്ന് ജോസ് ചേട്ടൻ മഴട്ട് വന്നിട്ട് എത്ര വർഷമായി അമേരിക്ക വന്നിട്ട്? ഞാൻ 90 വന്നാ. 90? 33 വർഷം. 33 വർഷം. അതെ അതെ, 33 വർഷമായിട്ട് ഈ നാട്ടിൽ കിടന്ന് തുഴയാ. ഞാൻ ചോദിക്കാം, ഇവിടെ ചേട്ടായി വന്നിട്ട് കലാരംഗത്ത് ഇവിടെ വന്നിട്ടാണ് ചോദിച്ചത്, നാട്ടിൽ വന്ന് ചോദിച്ചായിരുന്നു? നാട്ടിലേക്ക് ചോദിച്ചില്ല. ഇവിടെ വന്ന് നമ്മൾ ഓരോരോ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് അങ്ങനെ ഒരു പരിപാടി. ചേട്ടായിക്ക് ഒത്തിരി ആരാധകരുണ്ട് കേരളം മൊത്തം. ആരാധകരെന്ന് പറ്റും പറഞ്ഞാ പിന്നെ അതിൻ്റെ വാക്കെന്നാ ഉള്ളത്? പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ചേട്ടായിനെ 2-3 പേര് ഇങ്ങനെ എന്നോട് ചോദിച്ചു, ചേട്ടായി ഇപ്പം എവിടെയാണ് ചേട്ടായി? വെടിനൂക്കാരാണെന്ന് ചിലർക്ക് ഉടുക്കാർക്ക് അറിയാം, ചിലർക്ക് അറിയത്ത് ചേട്ടായി. മനസ്സിലായോ? നാട്ടിൽ നമുക്ക് വലിയ ഇതില്ലോ. പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാ ഈ അക്കരക്കാഴ്ച വഴിയാണല്ലോ നമ്മളെ 10 പേര്. പക്ഷെ നല്ല കോമഡികളല്ലേ അത്? അല്ല, കോമഡി അതിന്റെ സ്ക്രിപ്റ്റ് അതുപോലെ നല്ലതാണ്. പിന്നെ എൻ്റെ കിട്ടിയപ്പോൾ ഞാനത് നമ്മുടെ കോട്ടയം സ്ലാങ്ങിലേക്ക് മാറ്റിയപ്പം അതുപോലൊരു സാധനം പുറത്തിറങ്ങിയിട്ടില്ല. അതാ യൂട്യൂബിന്റെ തുടക്കവും കൂടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ആളുകൾ വാരിയും കണ്ടു. ഇപ്പൊ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 10,000 വീഡിയോ ഇല്ലാക്കണേ ഒരു മനുഷ്യൻ കാണും. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ചേട്ടായുടെ പഴയ വീഡിയോ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണല്ലോ. അതെ അതെ, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ കലാവാസന എവിടെ നിന്ന് കിട്ടുക ചേട്ടായിക്ക്? എവിടെ നിന്ന് കിട്ടുക? പാരമ്പര്യമായിട്ടാണോ അതോ? അല്ല, ഇപ്പൊ അത് പാരമ്പര്യം എന്നൊന്നും പറയാനല്ല. ചേട്ടായി പറയുമ്പോ തന്നെ ഒരു അതിന്റെ കോമഡി വരുന്നുണ്ട്. അതെങ്ങനെയോ അങ്ങ് ഒത്തു വന്നു, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ബ്ലഡിൽ ഉണ്ടായിരുന്നായിരിക്കും ഏതെങ്കിലും രീതിയിൽ. എങ്ങനെ ദൈവം പഠിച്ചു വിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചില കോമഡികളൊക്കെ പറയും. ഞാൻ ഇപ്പം ചിരിക്കാറുണ്ട്. ഇപ്പോൾ ചേട്ടായി അടുത്ത് വന്ന് ഞങ്ങളുടെ അടുത്ത് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ അച്ഛൻ്റെ ജൂബിലിയാണ്. അപ്പോൾ ഒത്തിരി പേര് ചേട്ടായി അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാനും അടുത്ത് ഇരിക്കാൻ പറ്റി. അപ്പം ഞാനും മെനയായിട്ട് എനിക്കും എൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് കിടന്ന് ഓർക്കോളും. ഫേസ്ബുക്കിലോ വാട്സാപ്പിലൊക്കെ വരും. ഞാൻ ചേട്ടാ ഈ ഇടയിൽ സിനിമ ഉണ്ടാക്കി അഭിനയിച്ചെന്ന് പറഞ്ഞു കേട്ടോ. സിനിമയൊക്കെ പലതും ചെയ്യണമൊക്കെ ഉണ്ട്. ഒത്തും അങ്ങോട്ട് പച്ച പിടിക്കണില്ല. നമ്മുടെ സമയമായിട്ടില്ല. അതെ, ഇനി വരും. അല്ല, ഞാൻ ചേട്ടാ ഈയിടെ ഒരു സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞത് അത് നമ്മുടെ അമേരിക്കയില് കൂസ്റ്റിന് വെച്ചൊരു പരിപാടി, ബാബു ആന്റണിയൊക്കെ ആയിട്ട് ഒരു ഇടിപ്പടം. അതിനകത്ത് നമ്മളൊരു ലോക്കൽ പാർട്ടിയായിട്ട് നമ്മൾ അഭിനയിച്ചു. പക്ഷെ ആ പടം ഒന്നും രക്ഷപ്പെട്ടില്ല. യൂട്യൂബ് നമ്മുടെ ഇതിനകത്തുണ്ട് കേട്ടോ. ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്നാണ് അതിന്റെ പേര്. അത് ഇച്ചിരി കഴിയുമ്പോൾ ഓൺലൈനിലൊക്കെ വരും. വിജയിച്ചില്ലെങ്കിൽ ഓൺലൈൻ വരുന്നതായിരിക്കും. അതെ, ഞാനൊരു 14 നമ്മുടെ കൂട്ടുകാരും കൂടെ കൂടി തിയേറ്ററിൽ പോയി കണ്ടു. കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം. അതൊന്നും കിട്ടിയല്ല, എവിടെ നിന്ന് കിട്ടാം. അതെ. അപ്പം ചേട്ടായി പിള്ളേരൊക്കെ എത്ര ഉണ്ട്? എനിക്ക് പിള്ളേർ 2 രണ്ട് പിള്ളേരും വലുതായി. അവർ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ വല്യപ്പനായി. മോന് 3 കുഞ്ഞു പിള്ളേരുണ്ട്. മോള് പിള്ളേരായില്ല. വൈഫിന്റെ വീട് മാഞ്ഞൂര്, ചാമക്കാല, കട്ടപ്പുറത്ത് പറയും. അതെ. ഞാൻ ചോദിച്ചു, ചേട്ടായിക്ക് ഇപ്പം നാട്ടിലായിരുന്നു ചേട്ടായി, എനിക്ക് ജഗതിയുടെ ഒക്കെ ഒരു കാറ്റഗറി വരണ്ടല്ല. അത്രയും വേണോ? അല്ല, ഇന്നത്തെ കണ്ടീഷനിൽ നാട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാം. ഒരു 2 സീൻ 3 സീനൊക്കെ ഉള്ളതൊക്കെ വിളിക്കും. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് അറിയാം നമ്മളിങ്ങനെ ഒരു ആളുണ്ട് എന്നുള്ളതും പുള്ളിക്ക് അല്പം പരിപാടികളൊക്കെ അറിയാമെന്നുള്ള നമ്മുടെ സംവിധായകർക്കൊക്കെ അറിയാം. സിനിമാ ഫീൽഡിൽ എല്ലാവർക്കും തന്നെ നമ്മളെ അറിയാം. പക്ഷെ നമ്മൾ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാ ചേട്ടാ ഇത്ര സിമ്പിളായിട്ട് വർത്താനം പറയാൻ വേണ്ടി ഒരാളെ കിട്ടുമോ? എനിക്ക് ഭയങ്കര ശരിയാകട്ടെ. നമ്മളൊക്കെ കാരണമേ നമ്മുടെ ഇവിടുത്തെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു പഠിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ചേട്ടാ ഒരു ദിവസം വീട്ടിൽ വെച്ച് പോയി കാണുമ്പോൾ നേരെ ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ വഴി വെച്ച് കാണും. ചേട്ടായി ഞാൻ വിളിച്ചപ്പോൾ ചേട്ടായി വന്നു കേട്ടോ. അതിനെ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ സൗഹൃദ ചേട്ടായിൻ്റെ അത് മെമ്പറാട്ടോ. കാണാറുണ്ട് എല്ലാം. പക്ഷേ കംപ്ലീറ്റ് ഒരു ദിവസം എത്ര ഗ്രൂപ്പാന്നേ. ഇപ്പൊ എല്ലാം നമ്മൾക്ക് ഈ ഗ്രൂപ്പില് ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട്. എനിക്കറിയാം. ഞാൻ മാറ്റിട്ട് 2-3 കയറ്റി എന്ന് ഞാൻ നോക്കാറുണ്ട്. ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ? ലിമിറ്റ് 1223 24 പേരെ കൂടെ കയറ്റാൻ പറ്റുള്ളൂ. എന്തായാലും അത് തുടങ്ങിയത് വിജയിച്ചു. അത് നിങ്ങളൊക്കെ കാരണം വിജയിച്ച് ഇങ്ങനെയുള്ള ചേട്ടായിമാരെ കൊണ്ട് നമ്മൾ വിജയിച്ചു കേട്ടോ. എനിക്ക് സന്തോഷം. സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാ മെമ്പേഴ്സിനും എന്റെ സ്നേഹം, ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം അങ്ങനെയാണ് നല്ല നല്ല ഇതുകൾ ഇടുക. പിന്നെ തന്നെ പറയണേ. കാരണം ഇത്രയും ഭംഗിയായിട്ട് പോകുന്നില്ല. നമ്മൾ എന്നെ കുറ്റം പറയണേ. നമ്മളങ്ങനെ നമ്മൾ ഫരിസേരല്ലോ. എല്ലാവരുടെ കയ്യിലായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ, നല്ല. പിന്നെ സാധാരണ ചിലപ്പോൾ നമുക്ക് ഇൻബോക്സ് നേരിട്ട് അയച്ചു തരുന്ന വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. കാരണം അല്ലാതെ ഇപ്പോൾ നമുക്ക് എല്ലാം ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിന് നന്നായി.
ചേട്ടാ ചേട്ടായിക്ക് ഇതിനെ സഹകരിക്കുന്നുണ്ട്. ചേട്ടായുടെ അനിയന്മാരുണ്ട്, ജേക്കബ്, ബിജു അല്ലേ അല്ല എത്ര 6 പേരും രണ്ടുപേരും ഒരാളാണ്. ഒരാൾ ജേക്കബ് ബിജു ഒരാളാണ്. ജേക്കബ് ബിജു ഒരാൾ. മൊത്തത്തിൽ വേണ്ട 6 പേരില്ലേ നിങ്ങൾ? 6 പേര്. ആണുങ്ങൾ 6 പേരായിരുന്നു. അതിൽ ഒരാൾ മരിച്ചു. 5 ആണുങ്ങളുണ്ട്. ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം തന്നതിൻ്റെ കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരും ചേട്ടാനെ കാണാൻ പറ്റിയല്ലോ. കാരണം ഇത് ഉഴൂര്, വെളിയന്നൂര്, എടക്കോല്, പുതുവേലി ഇതൊരു പഞ്ചായത്തിന്റെ ഗ്രൂപ്പല്ല, ഒരു സൗഹൃദ കൂട്ടായ്മ. അത് ചേട്ടാ വിടൂരെന്ന് പറയുമ്പോൾ നമ്മള് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എസപ്പാന സുനാളാണല്ലോ. ഈ കാരണന്മാർ പറഞ്ഞ എസപ്പാന സുനാളിന്റെ അടിമയാണ്. സഹായം കണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോണതും പുള്ളിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയാണല്ലോ നമ്മുടെ വിശ്വാസം. കഴിഞ്ഞ ദിവസം ഒരാളിനെ ചോദിച്ചു, ഇത് പഞ്ചായത്ത് ഗ്രൂപ്പ്, അത് പഞ്ചായത്ത് ഗ്രൂപ്പ് അല്ല കേട്ടോ, ഇത് നമ്മൾ പുതുവേലി ഉള്ളവരുണ്ട്, എടക്കോലി ഉള്ളവരുണ്ട്, അരീക്കര ഉള്ളവരുണ്ട്, നമ്മൾ എല്ലാ വിഭാഗക്കാരും നാനാജാതി മത്സരം. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് ഇത്തരം വിജയിച്ചിരിക്കുന്നത് നല്ല രീതിയിലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ചേട്ടായിനെ പോലെ ഉള്ളവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത്. എല്ലാവർക്കും ചേട്ടായിക്ക് എന്തെങ്കിലും നമുക്ക് എന്നോട് പറയാനുണ്ടോ? ആൾക്കാരെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു 2 വാക്ക് പറയാൻ സമയമുണ്ട്. അപ്പൊ എല്ലാവരും സ്ഥിരം എന്തെങ്കിലും വീഡിയോസോ കോമഡിയോ അല്ലെങ്കിൽ ഇടുക. നല്ലത് മാത്രം ഫോർവേഡിങ് കഴിയുമെങ്കിൽ ഒഴിവാക്കണം. നമുക്ക് നമ്മുടെ നല്ല ന്യൂസുകളൊക്കെ. ചേട്ടായുടെ ആ സിനിമ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ നിർത്താൻ കേട്ടോ. അല്ല, യൂട്യൂബിൽ അത് വരുമ്പോൾ ഞാൻ പറയാം. എന്നാ വരുന്നത് എനിക്കറിയില്ല. യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ വരുമ്പോൾ പറയാം. അതെ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് അധികം നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം. ഓട്ടെ. താങ്ക് യു. ഓക്കെ.